ജാസ്മിനെ സെബിൻ എന്താണ് കാണിച്ചത്? നോറയും ജാസ്മിനും ജയിലിൽ എന്തു ചെയ്യും? ആരാകും ക്യാപ്റ്റൻ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഈ ആഴ്ചയുണ്ട് അല്ലേ? അതിനെപ്പറ്റി സംസാരിച്ചാലാ? ബാ. ഹലോ, നമസ്കാരം. അപ്പോൾ RJ ആൻഡപ്പനാണ്. ആൻഡപ്പൻ ടോക്കീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും അടിപൊളിയായിട്ട് നല്ല ചിൽ കുപ്പിച്ചില്ലായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എൻ്റെ നാക്കൊന്നും മുറിഞ്ഞത് കാരണം എനിക്ക് കുറച്ച് ദിവസമായിട്ട് എപ്പിസോഡ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വീക്കിലൊരു എപ്പിസോഡ് എന്നുള്ളതായിരുന്നു നമ്മുടെ പ്ലാൻ. പക്ഷേ പറ്റുന്നപ്പോഴൊക്കെ ഞാൻ എപ്പിസോഡ് ഇടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളോട് എല്ലാം അഭ്യർത്ഥിക്കാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അറിയാലോ, സബ്സ്ക്രൈബേഴ്സ് ഭയങ്കര കുറവാണ്. നമ്മുടെ വീഡിയോസ് കാണുന്ന 90% ആൾക്കാരും എന്താണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത്. സോ പ്ലീസ് ഗൈസ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ ചാനൽ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പോയാലാ? യെസ്, അപ്പോൾ ആൻഡപ്പൻ ടോക്കീസിലേക്ക് വീണ്ടും ഒന്നും കൂടെ ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് എന്താ പറയുക, വെൽക്കം ചെയ്യുന്നു. സോ ഇന്നത്തെ വിഷയം ബിഗ് ബോസ് ആസ് യൂഷ്വൽ. അപ്പോൾ ഇന്ന് പക്ഷേ നമ്മൾ പറയാൻ പോകുന്നത് സിബിനും പടയും അതുപോലെ തന്നെ ജാസ്മിനും ഗബ്രിയും ഒറ്റപ്പെടുന്നു ആ ഒരു സംഭവത്തെ പറ്റി. കാരണം ഈ കഴിഞ്ഞ ഒരാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങളൊക്കെ ആയിരുന്നല്ല. അപ്പോൾ ഇന്നത്തെ നിലവിൽ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി ഇന്ന് ജാസ്മിന് ഓക്കെ, അതിനൊക്കെ മുമ്പായിട്ട് എന്ത് തോന്നുന്നു ഈ ലാസ്റ്റ് വൺ വീക്ക് ഓക്കെ. അതിന്റെ ഇടയ്ക്ക് റിയാസ് എന്ത് കാണിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ കോമഡി ആയിട്ട് തോന്നിക്കൊണ്ടിരിക്കുന്നത്. നമ്മളത് ഓൾറെഡി ഒരു എപ്പിസോഡ് ഇട്ടു. നീ ഒറ്റയ്ക്കല്ലേ ഇട്ടോ? ഓക്കെ, നിന്റെ കമന്റ് വേഗം പാസ് ചെയ്യും. അല്ല, എനിക്ക് ബാക്കി ഒക്കെ ഇരുന്നുകൊണ്ട് മറ്റേ ഇങ്ങനെ ഇരുന്ന് കണ്ണാടി വെച്ച് ഒക്കെ ഇരുന്നിട്ട് ഡയലോഗ് അടിക്കുന്നു. എന്നിട്ട് അവന്മാര് ചോദിക്കുന്നുണ്ട് ബാക്കിയുള്ളവരാരാണ് കുണയ്ക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ അകത്തുള്ളവരാര് സംസാരിക്കാൻ, അടുത്ത റിയാസ് ആകുമോ എന്നൊക്കെ ചോദിക്കുന്നു. അവനാരാ? അതിലൊരൊറ്റ ഞാൻ ഗുഡ് ഓർ ബാഡ് ഏതായാലും എല്ലാം കണ്ടിട്ട് അതിൽ ശരിയെടുക്കുക, നെഗറ്റീവായിട്ടുള്ള സാധനങ്ങളെ കളയുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഇപ്പോൾ റിയാസിൻ്റെ പോഡ്കാസ്റ്റ്, ഡബിൾ സ്റ്റാൻഡേർഡ് പോഡ്കാസ്റ്റ് ഞാനും കാണാറുണ്ട്, ഇവളും ഇടയ്ക്ക് കാണാറുണ്ട്. ഭയങ്കര കുറവാണ്, ഞാൻ കാണുന്നതിൻ്റെ കൂടെ ഇരുന്ന് കാണുന്നതല്ലാതെ വേറൊന്നുമില്ല. സോ അപ്പോൾ അതിനകത്ത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, അടുത്ത റിയാസ്. അപ്പം ഞാൻ ചോദിച്ചു, എനിക്ക് അങ്ങനെ എനിക്ക് കിളി പോയൊരു സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി റിയാസ് ആ സീസണിൽ വന്നത് പോലും, റിയാസ് എന്തുകൊണ്ട് ഇത്ര ഫേമസ് ആയത് എന്നതുപോലും ഡോക്ടർ റോബിൻ എന്ന് പറയുന്ന കണ്ടസ്റ്റൻറ്റ്, പുള്ളി അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പോസിറ്റീവോ നെഗറ്റീവോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോസിറ്റീവോ നെഗറ്റീവോ ഒന്നും ഉള്ളതല്ല. അതിൽ BB ഷോയിൽ ഡോക്ടർ റോബിനെ ടാർഗറ്റ് ചെയ്ത് ഔട്ടാക്കാൻ വേണ്ടി വന്ന ഒരാളാണ് റിയാസ്. എൻ്റെ റിയാസ് അതിൽ ജയിച്ചു എന്നല്ലാതെ റിയാസ് എന്ത് ആ സീസണിൽ കൊടുത്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, റോബിനെ പുറത്താക്കി എന്നുള്ളതാണ് റിയാസിൻ്റെ സീസൺ. അതുകൊണ്ട് അടുത്ത റിയാസ് സലീമാണോ ഈ അഭിഷേക് എന്നൊക്കെ ആരോ ചോദിക്കുന്നുണ്ട്. അതിനാദ്യം റിയാസ് സലീം സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കട്ടെ. ഈ റോബിനെ പുറത്താക്കി ബാക്കിയുള്ളവരെ ആണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഒരു ഡയലോഗിൽ എടുത്തു കാണിച്ചു. ബിക്കോസ് ഈ അഭിഷേകിന്റെ കാര്യവും സംസാരത്തിൽ വന്നു. അത് കഴിഞ്ഞിട്ട് മറ്റേ അഭിഷേക് ശ്രീകുമാറിനെ ജാൻമണി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നല്ലോ. അപ്പൊ റിയാസിന്റെ അടഞ്ഞു പോയി. അതിന്റെ ഒന്നും പറയാനില്ലാതെ മറ്റേ അതല്ല സിറ്റുവേഷൻ, അതല്ല, ജാൻമണി പ്രാകുന്നതിന്റെ കാര്യം ചോദിച്ചു. ആൻഡ് തന്നെ അഭിഷേകിന്റെ വേറെ എന്തോ കാര്യം, സംതിങ് 2 കാര്യം വന്നു. എന്താണെന്നുള്ളത് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ എന്തായാലും ഫസ്റ്റ് തിങ് വന്നപ്പോഴത്തേക്ക് അവര് പറഞ്ഞല്ലോ അവർക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന്. പിന്നെന്താ പ്രശ്നം? ഒരു മര്യാദ വേണ്ടടേ. പിന്നെ ബേസിക്കലി അവരത് പോഡ്കാസ്റ്റ് ചെയ്യാനൊന്നും അല്ല വന്നിരുന്നത്. ആ ഒരു 5-6 പേര് വന്നിരുന്ന് കൊണയ്ക്കാൻ വന്നിരുന്നവരാണ് അവർ, മനസ്സിലാക്കൂ പ്ലീസ്. അതിൽ ആകെ ഒരു പുള്ളിക്കാരൻ മാത്രം കുറച്ചും കൂടെ എനിക്ക് എന്താ പറയുക, വലിയ നമുക്ക് എല്ലാവർക്കും ഒരു ടൈപ്പ് ഓഫ് ജഡ്ജ്മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. ഇപ്പം ഞാൻ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ ആൾക്കാർക്ക് അങ്ങനെ തോന്നാം. അതൊന്നും ഒരു തെറ്റായിട്ട് ഞാൻ പറയാനില്ല. പക്ഷേ അങ്ങ് നമ്മളെ ശരി ബാക്കിയുള്ളവരെല്ലാം തെറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, അത് കുറച്ചും ഓവർ. എസ്പെഷ്യലി ആ പോഡ്കാസ്റ്റിലിരിക്കുന്ന എല്ലാത്തിനും ഭയങ്കര അഹങ്കാരവും ഇതൊക്കെ ഉള്ളതുപോലെ പെട്ടെന്ന് ഫീൽ ചെയ്യും. എൻ്റെ എവിഡൻ്റാണ്, നല്ല ആഗ്രഹമുണ്ട് ബിഗ് ബോസിൽ പോകാൻ, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പിന്നെ ഒത്തിരി ഞാൻ പറയണത് ഇപ്പോൾ ഏത് സാധനം, ഇപ്പം ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴാണെങ്കിലും, നമ്മൾ ഷോ ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിലും മനസ്സുകൊണ്ട് ഞാൻ എപ്പോഴും കയറുമ്പോൾ നമ്മൾ ആരെയും ഒരുപാട് ഇൻസൾട്ട് ചെയ്യാതിരിക്കാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇതിൽ വെറും കൊണ്ണ മാത്രം. കറക്റ്റാണ്. എനിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് പോഡ്കാസ്റ്റ് എന്നുള്ള പേര് മാറ്റിയിട്ട്
കൊണകളുടെ പോഡ്കാസ്റ്റ് അല്ലെങ്കിൽ കൊണകൾ ഉണ്ടാക്കിയ പോഡ്കാസ്റ്റ് എന്നിട്ടാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് തോന്നുന്നു. എന്നിട്ട് പിന്നെ പറഞ്ഞാൽ മതി ഇനിയൊന്ന് മാറ്റി കൊണയ്ക്കാം, അതും കറക്റ്റാണ്. ടാഗ് ലൈൻ അപ്പോൾ പക്കയായിട്ട് പൊക്കോളും. എനിവേസ് അതൊക്കെ വിടുക. ഡബിൾ സ്റ്റാൻഡേർഡ് പോഡ്കാസ്റ്റിനെ പറ്റിയിട്ട് ആൻഡപ്പൻ ടോക്കീസ് എന്തിനും സംസാരിക്കണം. നമ്മൾ കേസെ ക്ലോസ് ചെയ്യുന്നു. ഇനി ഞാൻ പറഞ്ഞ പോലെ ഈ ആഴ്ചയെ പറ്റി എന്താ പറയാനുള്ളത്? അപ്പോൾ ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഇത്തവണത്തെ ഈ വീക്കിലെ പവർ ടീമും ക്യാപ്റ്റനും തമ്മിലുള്ള ബന്ധവും. പവർ ടീമിനെയും വെച്ചിട്ട് ഞാൻ ഭയങ്കര പക്ഷെ അത് റോങ് ആണെന്ന് പലരും പറയുന്നുണ്ട്. അത് റോങ് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ബിക്കോസ് പവർ ടീം ഉണ്ട്, ക്യാപ്റ്റൻ ഉണ്ട്, അവർ പ്രോപ്പറായിട്ടൊരു ഇതിൽ പോകുന്നു. അതിൻ്റെ അകത്ത് മറ്റേ തറ തുടയ്ക്കാനും പാത്രം കഴുകാനും അങ്ങനെ ഇങ്ങനെ കുറേ പണിഷ്മെൻറ്റ്സും ആവശ്യമില്ലാത്ത കുറേ അലറി വിളിച്ചുള്ള സംസാരങ്ങളും മാത്രമായിരുന്നു നേരത്തെ പവർ ടീമിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അത് മാത്രമല്ല, പവർ ടീം ഉണ്ടെങ്കിൽ ക്യാപ്റ്റനെ കിട്ടൂലായിരുന്നു, ക്യാപ്റ്റൻ ഉണ്ടെന്നേ അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ ക്യാപ്റ്റൻ ഉള്ളപ്പോൾ പവർ ടീം ഉണ്ടെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷനിലൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. റസ്മിനും ജിൻഡോയും പവർ ടീമിലുണ്ടായിരുന്ന സമയത്ത് ഇടയ്ക്ക് ഒരു സമയത്ത് ജാൻമണി ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പോൾ ജാൻമണി ക്യാപ്റ്റൻ ആണോ അല്ലേന്ന് ഒന്നും അറിയുന്നില്ല. ജാൻമണി ഇടയ്ക്ക് എപ്പോഴോ ഞാനാണ് ഇവിടെ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞിട്ട് ചാടാൻ വന്നപ്പോൾ മാത്രമേ സംഭവം കണ്ടിട്ടുള്ളൂ. അല്ലാതെ ആരും അറിഞ്ഞിട്ട് പോലും ഇല്ല ജാൻമണിയായിരുന്നു ക്യാപ്റ്റൻ എന്നുള്ളത്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യാസം വന്നിട്ട് അവർ ശരിക്കും ഒരു ടീമായിട്ട് നിന്ന് കളിക്കുന്നുണ്ട്. സിബിൻ ഇസ് ലൈക്ക് അമേസിങ്, പറയാതിരിക്കുമേ, അമേസിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ എടുക്കുകയാണ് അവിടുന്ന്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ കഴിഞ്ഞ ഒരാഴ്ച സിബിൻ തൂക്കി എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിന് 2-3 പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ പോസിറ്റീവ് എന്ന് പറയുന്നത് സിബിന് ഈ പറയുന്നത് പോലെ തന്നെ മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ, ഞാൻ വൈൽഡ് കാർഡിനെ അല്ല പറയുന്നത്, മറ്റ് കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഈ ഷോ എങ്ങനെ പോകുന്നു, ഓഡിയൻസ് എങ്ങനെ പറയുന്നു എന്നുള്ളതെല്ലാം അറിഞ്ഞു വന്ന ഒരാളാണ്. സോ എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ള കാര്യത്തിൽ നല്ല ഐഡിയ ഉണ്ട്. ഇപ്പോൾ അഭിഷേക് കെക്ക് ഞാൻ ആദ്യ ദിവസം ഞാൻ എടുത്ത് പറഞ്ഞൊരു വ്യക്തിയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി വന്ന് ലാലേട്ടൻ്റെ ആ ഇതിൽ നിന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ടാണ് റിവ്യൂ ചെയ്തിരുന്നത് എല്ലാവരെയും. എന്നാൽ അതേ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കയ്യിന്ന് പോയി. സിബിൻ നേരെ തിരിച്ചായിരുന്നു. സിബിൻ്റെ റിവ്യൂവിലൊക്കെ ഗബ്രി നല്ല പ്ലെയർ, ബാക്കി സംഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നല്ല കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എങ്ങോട്ടാണ് ഈ പോക്ക് എന്നുള്ളൊരു സംശയമൊക്കെ എനിക്കുണ്ടായിരുന്നു. സിബിനല്ലേ ഗബ്രി നല്ല പ്ലെയർ ആണെന്ന് പറഞ്ഞത്? സീക്രട്ട് ഏജന്റ് ആണല്ലേ, സോറി, അതിനെ ഞാൻ കണക്കിൽ പോലും എടുക്കുന്നില്ല. ബട്ട് സിബിൻ്റെ അതൊക്കെ എനിക്ക് ഒന്ന് സൈലൻ്റ് ആയിട്ടാണ് സിബിൻ വന്നത്. സിബിൻ വന്നെങ്കിലും ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ കുത്തിത്തിരിപ്പിൻ്റെ ആളാണെന്നുള്ള കാര്യമൊക്കെ സിബിൻ പറയുന്നുണ്ടായിരുന്നു. ആൻഡ് സിബിൻ തൂക്കി എന്ന് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെയും ജാസ്മിനും ഗബ്രിക്കും ഇതുപോലൊരു എതിരാളി ആക്ച്വലി ബിഗ് ബോസ് ഹൗസിന് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സായി പൊട്ടിച്ചൊരു ബോംബിൽ ജാസ്മിനും ഗബ്രിയും ആക്ച്വലി എന്താ പറയുക, അവരുടെ പൊള്ളലേറ്റു 90% പൊള്ളലേറ്റു. 10% നിന്ന് അവർ എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് വരാൻ വേണ്ടി നോക്കുകയാണ്. പക്ഷെ ആ റിക്കവർ ചെയ്ത് വരാൻ നിൽക്കുന്നിടത്ത് ആ 10 അടിച്ചു താഴ്ത്തും പറഞ്ഞിട്ടാണ് സിബിൻ നിൽക്കുന്നത്. സിബിൻ ആക്ച്വലി ജാസ്മിനെ നല്ല രീതിയിൽ ടാർഗറ്റ് ചെയ്ത് പണിയുന്നുണ്ട്. പക്ഷേ ഇന്നത്തെ എപ്പിസോഡിൽ ആക്ച്വലി ഒരു ചെറിയ പണി സിബിനും കിട്ടി. അതിൻ്റെ പേരിൽ മിക്കവാറും എനിക്ക് ഈ ലാലേട്ടൻ എപ്പിസോഡിൽ ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ഇനി ജാസ്മിനെ വലിയ പുണ്യാളത്തിയാക്കി ഷോ കാണിക്കാനാണ് ലാലേട്ടൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ തെറി പറയുന്നത് തെറ്റാണ്. പക്ഷേ എന്നെ തെറി പറയൂ എന്ന് പറഞ്ഞ് നമ്മളെ വന്ന് ചൊറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമ്മളാരും എടാ മഹാത്മാഗാന്ധി എന്ന് വിളിക്കൂലല്ലോ, തെറി പറയും. അത് തന്നെയാണ് അവിടെ സംഭവിച്ചുള്ളത്. ജാസ്മിനൊക്കെ ഇത്രയും കേൾക്കുന്നുള്ളല്ലോ. ഇതുപോലെ ഞാനായിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ ഒറ്റ ദിവസം കൊണ്ട് എന്നോട് ബിഗ് ബോസ് പറയും, ബിഗ് ബോസും ലാലേട്ടനും ബാക്കി എല്ലാവരും എന്നെ വിളിച്ചിട്ട് പറയും ഒരു കൊച്ചിന് ഇങ്ങനെയൊക്കെ തെറി പറയേണ്ട ആവശ്യം. കാരണം അവളുടെ സ്വഭാവം എൻ്റെ മുമ്പിൽ നിന്ന് എല്ലാം ഇങ്ങനെ കാണിക്കണമെന്നുണ്ടെങ്കിൽ അമ്മയാണ്. നീ പോവണ്ട, ഞാനായിരുന്നെങ്കിൽ എന്നീ തല്ലിയേനെ. സീരിയസ് ആയിട്ട് ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഓവറാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഉദ്ദേശിച്ച സിബിനും ഒരു പടയുണ്ട്. അതിൽ അവർ ഉദ്ദേശിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആൻഡ് സിബിന് ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ജാസ്മിനെയും ഗബ്രിയും പുറത്താക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പം അത് ഓക്കെ, ആ പുള്ളിയുടെ ടാർഗറ്റ്. ഇനി ഇപ്പുറത്തെ സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സായി കള്ളനാണെന്നുള്ളത് ഈ കഴിഞ്ഞ കുറേ ദിവസമായിട്ട് മനസ്സിലാവുന്നുണ്ട്. പുള്ളി എല്ലായിടത്തും പോയി നിൽക്കും, അവിടെ നിന്ന് ഇവിടെ നിന്ന് കൊടുക്കും, ഇവിടെ നിന്ന് അങ്ങോട്ട് കൊടുക്കണം, അങ്ങനെ കുറച്ച് ചെറിയ പരിപാടിയുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല. പക്ഷേ പുള്ളിയിലെ കള്ളൻ ഈ വരും ദിവസങ്ങളിൽ പുറത്താവുന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. പക്ഷെ ഇതിലിടയിലെല്ലാം ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഏറ്റവും വലിയ കള്ളിയുണ്ട് കേട്ടോ, കരച്ചിലും പിഴിച്ചിലുമായിട്ട്. എൻ്റെ അമ്മ നോറ എന്താണ് എനിക്ക് മനസ്സിലാവുന്നതേ ഇല്ല. ഡിസ്ഗസ്റ്റിംഗ്, ലൈക്ക് സീരിയസ്ലി വാട്ട് എവർ ഷീ ഈസ് ഡൂയിങ് ഭയങ്കര ഓവറാണ്. ഭയങ്കര എന്ത് കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവള് മറ്റേ വിക്ടിം കാർഡ് എടുത്ത് പ്ലേ ചെയ്യണ പോലെ എന്നെ കോർണർ ചെയ്തു എന്ന് പറയാൻ തന്നെ സമയമുള്ളൂ. ഇനിയിപ്പോ ഇൻ കേസ് ആരും അടി ഉണ്ടാക്കാൻ ചെന്നില്ലെങ്കിലും അതിന്റെ ഇടയിൽ പോയിട്ട്, അതായത് ഇന്നലെ ഞാൻ നോക്കിയപ്പോൾ ജാസ്മിന്റെ ഒരു വിഷയത്തിൽ അവള് പോയി തലയിട്ടിട്ട് അത് എന്റെ തലയ്ക്കാക്ക് എന്നുള്ളത് പോലെയാണ് ഇവളുടെ പെരുമാറ്റം. എന്നിട്ട് എനിക്ക്
എനിക്ക് മനസ്സിലാവത്തില്ല. എന്തെങ്കിലും നടക്കും, എന്തെങ്കിലും കാര്യം ഉണ്ടാവും, ആർക്കെങ്കിലും എന്തെങ്കിലും കിട്ടും, ആരെങ്കിലും നല്ലത് പറയുകയോ ചീത്ത പറയുകയോ വാട്ട് എവർ ഹാപ്പൻസ്, ഇവൾ ഓടിപ്പോയി മറ്റേ ബാത്റൂമിന്റെ അവിടെ ചെന്ന് അവിടുത്തെ കണ്ടോ അവന്റെ ഷോ, അവനെ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സാധനം. ഇവള് സിബിനെ പറഞ്ഞ പക്ഷെ എനിക്ക് ഒരു കാര്യം മനസ്സിലായി കേട്ടാ, ആക്ച്വലി ജാസ്മിന്റെ ചേച്ചിയാണ് നോറ. സ്വഭാവം വെച്ചും സ്പേസ് കിട്ടുന്നില്ല എന്നുള്ളതാണ് സത്യം. അല്ലല്ല, സ്പേസ് ഒക്കെ ആവശ്യത്തിൽ കൂടുതൽ നോറയ്ക്ക് കിട്ടുന്നുണ്ട്. ജാസ്മിന് മറ്റേ പൂണ്ട് വിളയാടാൻ കിട്ടിയ സ്പേസ് പോലെ ഒരു സാധനം നോറയ്ക്ക് ആദ്യമേ കിട്ടിയില്ല. അതുകൊണ്ട് ഇപ്പൊ കരഞ്ഞ് സ്പേസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇല്ല, നോറ ഫസ്റ്റ് മുതൽ കരച്ചിൽ തന്നെ എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഇതില് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ പവർ ടീം എന്നുള്ളതല്ല, സിബിനും പിള്ളേരും അതിന് അഗൻസ്റ്റ് ആയിട്ട് ഇപ്പോൾ അർജുനൊക്കെ എന്തിനാണ് അവിടെ എന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. 1% പോലും ഞാൻ നല്ലൊരു പ്ലെയർ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരാളാണ്. 1% പോലും അവിടെ ഒരു ഗുണവും ഇല്ലാത്ത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ശ്രീതു പോലും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, ശ്രീരേഖ പിന്നെയും കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അങ്ങനെ പലരും ഉണ്ട്. അർജുൻ ഇസ് ലൈക്ക് എ പട്ട് വാഴ ദേർ. ആൻഡ് പിന്നെ പറയാനുള്ളത് ഈ യെല്ലോ കാർഡ് ആക്ച്വലി ലാലേട്ടൻ കൊണ്ടുവന്നത് ഒരുമാതിരി അൽസേ ലൈക്ക് ശരിക്കും തെണ്ടിത്തരമായി പോയി. കാര്യം ശ്രമിക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിനെ ഗബ്രിയനെ കാര്യമായിട്ട് സേവ് ചെയ്യാൻ ശ്രമിക്കുകയും ബാക്കി അവർക്കെതിരെ കളിക്കുന്നവർക്കിട്ട് നൈസായിട്ട് 2 കൊട്ടു കൊടുക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുകയും എന്ന് നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് പലപ്പോഴും ഇത് ഷോ ചെയ്യുന്നത്. പിന്നെ നന്ദനയും കുഴപ്പമില്ലാതെ കളിക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഒട്ടും ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇഷ്ടമല്ലാത്ത ഒരൊറ്റ കണ്ടസ്റ്റൻ്റേ ഉള്ളൂ, അത് അർജുനാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നാക്ക് മുറിഞ്ഞിരിക്കുക, അതാണ് സംഭവം. അൺഫോർച്ചുനേറ്റ്ലി എന്താ പറയുക, അർജുൻ നോമിനേഷൻ ലിസ്റ്റിലില്ല. ഇനിയിപ്പോൾ വന്നാലും ഈ ക്യൂട്ട്നെസ്, ഈ ചുണ്ടിങ്ങനെ വെക്കണന്മാരെയൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ പെണ്ണുങ്ങൾക്ക്. എന്താ അത് പോയി ഇല്ല ഇപ്പോഴും ഉണ്ട്. അർജുൻ ഹാവ് എ ബിഗ് ഫാൻ ബേസ്. ജാസ്മിൻ ജാഫറിനുണ്ടല്ലോ ആർമി. ദാറ്റ് വാസ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗൈസ്, ചിലപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ എപ്പിസോഡൊക്കെ പോലെ തന്നെ ചിലപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എല്ലാം മനസ്സിലാവണമെന്നില്ല. എൻ്റെ നാക്ക് സൈഡ് മുറിഞ്ഞു പോയിരിക്കുകയാണ്. മുറിഞ്ഞു പോയിരിക്കുകയെന്ന് പറഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ കീറിപ്പോയി. അപ്പോൾ അത് കാരണം പല്ലി തട്ടാൻ പാടില്ല. അപ്പോൾ ളള അതൊക്കെ ചില സമയത്ത് സംസാരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും മനസ്സിലാവണില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ അതൊക്കെ വിട്. ഇപ്പോൾ വിഷയത്തിലേക്ക് കിടക്കുമ്പോൾ ഈ ആഴ്ച പവർ ടീമിൻ്റെ ഒരു ഗുണമായിട്ട്, സിബിൻ്റെ ഒരു ഗുണമായിട്ട് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്രീധുവിന് സ്പേസ് കിട്ടി. ഋഷി നല്ലൊരു പ്ലെയറായി മാറി. എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സൂപ്പർ കപ്പടിക്കുന്ന പ്ലെയർ എന്നല്ല, പക്ഷെ ഋഷി ഒരു പ്ലെയറായി മാറി. ആൻഡ് പിന്നെ ആരാണ്, ജാൻമണി നല്ലൊരു ക്യാരക്ടറിലേക്ക് മാറി. അത് സിബിൻ്റെ ഒരു വലിയ പോസിറ്റീവായിട്ട് ഞങ്ങൾ, സിബിനും പൂജയും എപ്പോഴും പറയുമ്പോൾ സിബിനെ മാത്രമേ പറയുന്നുള്ളൂ, സിബിൻ പൂജയാണ് കോംബോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ ഭയങ്കര എവിഡൻ്റ് ആയിട്ട് ഫ്രണ്ട് വരുന്നു, പൂജ എവിഡൻ്റ് ആയിട്ട് ഫ്രണ്ട് വരുന്നില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ചാണക്യ പരിപാടി എന്ന് പറയില്ലേ നമ്മൾ, അതിനകത്ത് എല്ലാ കരുക്കളും നീക്കാനായിട്ട് പൂജ അതിൻ്റെ ബാക്കിൽ തന്നെ ഉണ്ട്. പൂജയ്ക്കും ജാസ്മിൻ ഗബ്രി കോംബോ അത്ര വലിയ താല്പര്യമുള്ള കേസൊന്നുമല്ല. ആൻഡ് അവർ പറയുന്ന ഒരു പോയിന്റ് വളരെ ശരിയാണ്. അതായത് ഈ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും കെട്ടിപ്പിടുത്തവും അല്ലെങ്കിൽ എന്താണെന്ന് അറിയാൻ പറ്റാത്ത രീതിയിലുള്ള റിലേഷൻഷിപ്പും ഇങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമല്ല BB6 ഹൈലൈറ്റ് ചെയ്യപ്പെടേണ്ടത് എന്നുള്ളൊരു ആഗ്രഹമുള്ളവരാണ്. ആൻഡ് അതെനിക്ക് തോന്നുന്നു ഈ വൈൽഡ് കാർഡ് വരുന്ന സമയം വരേക്കും ഒരുവിധം 90% ബിഗ് ബോസ് ഹൗസ് കണ്ടിരുന്ന ആൾക്കാർക്കുണ്ടായിരുന്ന ഒരു ആഗ്രഹമാണ്. ഇപ്പോഴാണ് കുറച്ചൊക്കെ വെവ്വേറെ കണ്ടന്റ് വന്നു തുടങ്ങിയത്. പിന്നെ ജിൻഡോയുടെ സ്പേസ് പോയി. കാരണം ആ സമയം വരെയൊക്കെ ഒരു പാവത്താൻ ജിൻഡോ ആയിരുന്നു, എല്ലാവരും മണ്ടനാക്കി വെച്ചിരുന്നു ജിൻഡോ ആണ്. ഇപ്പൊ ജിൻഡോനൊന്നും അങ്ങനെ വലിയ കാര്യമായിട്ട് എടുക്കുന്നില്ല. ജിൻഡോ കൗണ്ടേഴ്സ് ഒക്കെ പറഞ്ഞു തുടങ്ങി. അതൊക്കെ സിബിൻ വന്നതിനുള്ളൊരു മാറ്റമാണ്. സോ പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലാലേട്ടൻ ഈ ആഴ്ച വന്നിട്ട് സിബിൻ ഇന്നിപ്പോൾ കാണിച്ച കാഴ്ചക്ക് ഭയങ്കരമായിട്ട് ഒതുക്കാനാണ് ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ മിഡിൽ ഫിംഗർ കാണിച്ചത്. അയ്യോ അല്ല, തന്തയ്ക്ക് എന്താണ് തന്തയില്ലാത്തവന്മാരെന്ന് വിളിച്ചവളാണ് ജാസ്മിൻ. അതിനെപ്പറ്റി ഒരു ചോദ്യം പോലും ചോദിച്ചില്ല. ലാലേട്ടനോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഫസ്റ്റ് ഡേ ജാസ്മിൻ വന്ന സമയത്ത് ലാലേട്ടൻ എന്താ പറഞ്ഞത്? ചെറുപ്രായത്തിലെ പക്വതയാർന്ന തീരുമാനങ്ങൾ എടുക്കുന്ന കുട്ടിയോ ഇവളോ ജാസ്മിനോ? ലാലേട്ടൻ മറുപടി പറയണം. അതായത് ചെറുപ്രായം മുതലേ പക്വതയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ കഴിവുള്ള കുട്ടി ആര്? ജാസ്മിനാ? ലാലേട്ടാ
ലാലേട്ടന്റെ വിലകൾ എഴുതി ഈ പക്ഷേ ടു ബി ഓണസ്റ്റ് വൈൽഡ് കാർഡാണ് ഈ സീസണെ കത്തിച്ചത്. ഇനിയുള്ള ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ അറിഞ്ഞ വേറെ ഒരു സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു സിജോ വരുന്നുണ്ടെന്ന് അറിഞ്ഞു. വരട്ടെ, ഈ ആഴ്ചയെങ്കിലും സിജോ വന്നില്ലെങ്കിൽ പിന്നെ വന്നിട്ടൊരു കാര്യമില്ല. പിന്നെ ഒരുമാതിരി ഡമ്മി പോലെ ആയിട്ടും വരേണ്ടി വരും. ഇനിയിപ്പോൾ സിജോയ്ക്ക് എന്തെങ്കിലും ചെയ്യാനാണെങ്കിൽ തന്നെ ഇപ്പം തന്നെ കളവൊക്കെ മറ്റുള്ളവർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിൽ സിജോ വരുന്നത് ചിലപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് ആണ്. കാര്യം എന്താ വെച്ചാൽ സിജോനെ ഇപ്പോൾ ഭയങ്കര നല്ല രീതിയിൽ കാണുന്ന ആൾക്കാരുണ്ട്. അതിനിടയ്ക്ക് വേറൊരുത്തിന്റെ കാര്യം പറയട്ടെ, അഭിഷേക് ജയദീപ് എന്താ പറ്റി? എന്തിനാ അവിടെ ഇരിക്കണേ? കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസത്തെ ഒരു പുള്ളിയും ഭയങ്കര പുള്ളിയുടെ ഒരു പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ പുള്ളിയും പറയാൻ ശ്രമിക്കുന്നത് എന്നെ ഒറ്റപ്പെടുത്തി എനിക്ക് ചാൻസ് തരുന്നില്ല. ഇതാരും ചാൻസ് കൊടുത്തു, അതായത് നോറയും പറയുന്നത് ഞാൻ കണ്ടു. അതായത് ബിഗ് ബോസ് ഹൗസിൽ ആർക്കും ചാൻസ് കൊടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല. നമ്മളത് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിപ്പോൾ ജാസ്മിൻ ചെയ്യുന്ന വഴിയാണെങ്കിൽ അങ്ങനെ കെട്ടിപ്പിടിച്ചോ കടി വാങ്ങിയോ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നമ്മൾ സ്പേസ് കണ്ടെത്തുക. അത് ജനങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ മാറ്റം. ഇതിന്റെ കാര്യം ഇന്ന് ശിവന്റെ കാര്യം പറഞ്ഞു. ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു റീലാണ് ജാസ്മിനും ഗബ്രിയും റസ്മിനും കൂടെ കിടന്നിട്ട് മറ്റേ കടിച്ച സംഭവം. അതിനെ പറ്റി എന്താ ബിഗ് ബോസ് ഒന്നും പറയാനില്ലേ? ഇനി അവരെന്ത് പറയാനല്ല കാണുന്നത്? അല്ലല്ല, അത് കുഴപ്പമില്ല. അവര് അതൊക്കെ ഫ്രണ്ട്ഷിപ്പിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ്. അത് പിള്ളേര് കാണുന്നതിന് കുഴപ്പമില്ല, ഇത് പിള്ളേര് കണ്ട കുഴപ്പവും. കൊള്ളാം എന്തായാലും. ഡബിൾ സ്റ്റാൻഡേർഡ് ഇൻസൈഡ് ബിഗ് ബോസ്. അത് റിയാസ് സലീം. ഓക്കെ, ആരെങ്കിലും അയ്യോ റിയാസ് സലീം അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചൊറിഞ്ഞു വരും ഇടയ്ക്കിടയ്ക്ക് ഈ റിയാസിന്റെ കാര്യം കേൾക്കുമ്പോൾ. എന്താണെന്നറിയോ, അവന്റെ വിചാരം അവൻ ബിഗ് ബോസിൽ കാണിച്ചത് മാത്രമാണ് ലോകത്തിൽ ബിഗ് ബോസിൽ ഏറ്റവും കൂടുതൽ മാസം ഉണ്ടാക്കിയ കാര്യം എന്നുള്ളത് പോലെ. എന്തൊക്കെയോ വലിയ മലമലത്തിൽ നിന്നാണ് അവന്റെ വിചാരം. എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് എന്തെങ്കിലും ഒരു റീല് ഞാൻ കണ്ടു, മറ്റേ പിള്ളേർ ഇപ്പോഴത്തെ സ്കൂൾ പിള്ളേർക്ക് ബോധമില്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു. അത് കറക്റ്റ് മറുപടി ഒരുത്ത ചോദിച്ചേക്കണം. പിന്നെ നിന്നെ പോലെ ലിപ്സ്റ്റിക്കും ബ്ലഷ് ഇട്ടിട്ട് അവിടെ ചെന്നിരിക്കണോന്ന് ചോദിച്ചു. പക്ഷെ ഈ വക ഡയലോഗ് പറയാൻ അവനാരാ? അല്ല, എഡ്യൂക്കേഷൻ വാങ്ങി സ്കൂളിൽ കുട്ടികൾ ഒരു തരത്തിൽ അതാണ് അവർ ശരിയെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണെന്ന് നമുക്ക് വാദിക്കാം എന്ന് മാത്രമേ ഉള്ളൂ റിയാസ്. അല്ലാതെ ആ പോയവന്മാരെല്ലാം ഈ ലോകത്തിന് ശാപമാണെങ്കിൽ എന്തിനെ കണ്ടാലും റെസ്പെക്റ്റ് ചെയ്യാത്തതും എന്തിനെ കണ്ടാലും പുച്ഛിക്കുന്നതുമായിട്ടുള്ള റിയാസ് സലീം എന്ന് പറയുന്നതും ഈ നാടിൻ്റെ ഒരു വലിയ ശാപം തന്നെ ആയിരിക്കും എന്ന് ഞാൻ റിയാസിനെ വെച്ചുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ടോ. റിയാസിനെ സാധനം വെച്ചുകൊണ്ട് പറഞ്ഞാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ്റെ ഒരു വിചാരം ഈ ലോകത്ത് അവൻ പറയുന്നത് മാത്രം, അവനും അവൻ്റെ കുറച്ച് വാലുകളും ഉണ്ടല്ലോ. എന്ത് പട്ടാളെന്ത് ഓഫ്. എനിക്ക് ഇതാണ് എനിക്ക് ചില സമയത്ത് ചൊറിഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 28 വയസ്സുണ്ട്. 28-29 ഞാൻ കയറുന്നു. അപ്പം ഞാൻ പോലും ചില സമയത്ത് ഒരു ഇച്ചിരി മുതിർന്ന ഒരാൾ വന്ന് നിന്ന് നമ്മുടെ അടുത്ത് കഥ പറയുമ്പോൾ അത് ശരിയോ തെറ്റോ നമ്മൾ എടുക്കണമെങ്കിൽ അത് ആ രീതിയിലാണ്. ഞാൻ പറയും എൻ്റെ ജീവിതം ഞാൻ എനിക്കിഷ്ടമുള്ള പോലെ എടുക്കുക. അല്ലാതെ ഞാൻ പറയാം താനെന്ന് പോടോ, താൻ എന്ത് ലോകം കണ്ടിട്ടാണ് ഞാൻ എൻ്റെ 20-ാം വയസ്സിൽ ഇത്രയും കണ്ടു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ ഇതില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുങ്ങൾ ഞള്ള് പിള്ളകളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യണത്. ലൈഫിൽ ഒരു തരത്തിലുള്ള സ്ട്രഗിളുമാരൊക്കെ എടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം റിയാസ് പറയുന്ന കാര്യങ്ങളെല്ലാം റിയാസിൻ്റെ ലൈഫിലെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കും, കഷ്ടപ്പാടുകളായിരിക്കും. ഇതൊന്നും റിയാസിന് മാത്രമാണെന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ആരും മറ്റേ സ്വർണ്ണപാത്രത്തിൽ ജനിച്ച് വീണ് സ്വർണ്ണം മാത്രം തിന്നുകൊണ്ടിരിക്കുന്നവരും സ്വർണ്ണം മാത്രം തൂറിക്കൊണ്ടിരിക്കുന്നവരൊന്നും അല്ല. എനിക്ക് ദേഷ്യം വരണ്ടെന്നേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും, അതിപ്പോൾ ഏത് ജെൻഡറിലുള്ളവരാണെന്നുണ്ടെങ്കിലും അവരവരുടേതായിട്ടുള്ള കഷ്ടപ്പാടുകൾ അവർക്കുണ്ട്. ഇവൻ്റെ ഒരു വിചാരം ആണായി ജനിച്ചു കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാ പ്രിവിലേജും കിട്ടിയെന്നുള്ളതാണ്. എൻ്റെ പൊന്നു മോനെ, നീ ആദ്യം ഒരു ദിവസമെങ്കിലും ആണാണ് എന്ന് പറഞ്ഞ് നീ ജീവിച്ചു നോക്ക്, നീ ആ സ്ട്രഗിൾ അറിയും. നീ ആണെന്ന് എവിടെയൊക്കെ പറഞ്ഞു കണ്ടിട്ടുണ്ട്, അല്ലാന്ന് പറയണ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. സോ ഐ ഡോണ്ട് നോ. അവൻ പറ്റിപ്പാണ്. എന്നാലും പോട്ടെ. പിന്നെ എനിക്ക് മനസ്സിലാവാത്ത അതിനകത്തുള്ള എന്തിനാ നമ്മൾ അവരെ പറ്റി സംസാരിക്കണേ? സ്റ്റോപ്പ്. അപ്പൊ ഈ ആഴ്ചത്തെ ബിഗ് ബോസ് ഹൗസ് വാസ് ഫാർ ബെറ്റർ. കുറച്ചും കൂടെ കാണാനൊക്കെ ഉണ്ടായിരുന്നു. അല്ല, നോറ കളിച്ചാലും തോക്കട്ടെ. അല്ല, നോറയ്ക്ക് അങ്ങനെ ഒരു സാധനം വേണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്ത്താളം മാത്രമേ ഉള്ളൂ എന്ന് നോറ തന്നെ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. ഗെയിംസിൽ ജയിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കൂടെ വന്നിട്ടുള്ള കണ്ടസ്റ്റൻസ് എപ്പോഴും, അതായത് ഓപ്പോസിറ്റിൽ പുള്ളിക്കാരിയുടെ കൂടെ ഫൈറ്റ് ചെയ്യാനുള്ളത് എപ്പോഴും നോറേക്കാളും ബെറ്റർ ആണ്. പക്ഷെ അതൊരു റീസണൊന്നുമല്ല, നോറ തോക്കുന്നുണ്ട്. മറ്റേ ജ്യൂസ് കുടിക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ അകത്ത് അവർക്ക് കളിക്കാൻ പറ്റാഞ്ഞത് ആരോ എന്തോ പറഞ്ഞോണ്ടാണെന്ന് പറഞ്ഞിട്ട് മറ്റേ എല്ലാത്തിനും ന്യായീകരണം ഉണ്ടാവും. പിള്ളേരിങ്ങനെ ഓരോ സാധനങ്ങൾ എനിക്ക് അത് പറ്റിയത് ഇതുകൊണ്ടാണ്, ഇത് പറ്റിയത് അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടുപിടിക്കില്ലേ. ആ ഒരു ഇതിൽ ഭയങ്കര ചീപ്പായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പം ലൈക്ക് നോട്ട് അറ്റ് ഓൾ വർത്ത് ടു ബി ഇൻസൈഡ് ദെയർ. അത് വെളിയിൽ കാണണം. വെരി മച്ച്.
സോ ഇതൊക്കെയാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് കണ്ടസ്റ്റൻ്റ് ആരാണ് എന്ന് പറയാം, എന്തുകൊണ്ടാണെന്നും താഴെ കമൻറ്റ് ചെയ്യാം. പിന്നെ നമ്മുടെ അക്കൗണ്ട് ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ, ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാതെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ. പീസ് ഔട്ട്. അപ്പോൾ ചിൽ കുപ്പിച്ചിൽ.